ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കണ്ണൂർ വീട്ടിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു നല്ലൊരു റെസിപ്പിയും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കാണാം. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ വന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് വീഡിയോ എടുക്കാൻ. ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ണൂർ വന്നു കഴിഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന്. അപ്പോൾ ഞാൻ വേഗം വന്ന് എണീറ്റ് കുറച്ച് ബാൽക്കണിയിലിരുന്ന് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് അപ്പോഴേക്കും മോന് താഴെ എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു. അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എണീറ്റ് കഴിഞ്ഞാൽ നേരെ പോയിട്ട് ഫ്രണ്ടിലത്തെ സീറ്റ് ഔട്ടിൽ അവിടെ കുറേ നേരം ഇരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ബ്രഷ് ചെയ്യലും ചായ കുടിക്കലും ഒക്കെ. അപ്പോൾ ഇന്ന് എന്നെക്കാളും മുമ്പ് ആൾ വന്ന് ഇവിടെ സെറ്റായിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പോയി ബ്രഷൊക്കെ ചെയ്ത് ചായയൊക്കെ എടുത്തുകൊണ്ട് വന്നു. എന്നത്തെയും പോലെ തന്നെ ഉമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ലഞ്ചിന് ഒരു സ്പെഷ്യലായിട്ടൊരു സംഭവം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചുമ്മാ അത് മാത്രമായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ മുറ്റത്ത് കൂടെ കുറച്ച് നേരം നടക്കാൻ വിചാരിച്ചു. ഇവിടെ മുറ്റം ഫ്രണ്ടിലത്തെ മുറ്റമൊക്കെ ഉമ്മ ഫുള്ളായിട്ട് അടിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇത് വന്നതിൻ്റെ പിറ്റെന്നുള്ള ദിവസമാണ് കേട്ടോ ഞാൻ വ്ളോഗ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്തിന് കുറേ നാളിന് ശേഷമല്ലേ വന്നിട്ടില്ല. അപ്പോൾ ഫുള്ള് ഇങ്ങനെ ഇലയൊക്കെ വീണ് ആകെ നശിച്ചിട്ടുണ്ടായിരുന്നു മുറ്റമൊക്കെ. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ കണ്ടോ, സൈഡിലത്തെ മുറ്റമൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല. എല്ലാം കൂടി ക്ലീൻ ചെയ്യാനൊന്നും ഉമ്മക്ക് ഇപ്പോൾ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഉമ്മ കുറച്ചായിട്ട് ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ പുറകിലും നല്ല ചപ്പൊക്കെ വീണിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ കാണുന്ന എൻ്റെ ഉമ്മാൻ്റെ ബ്രദറിൻ്റെ വീടാണ് കേട്ടോ. ഞങ്ങൾ ആറ്റാന്ന് വിളിക്കും. അപ്പോൾ ആറ്റാൻ്റെ വീടാണ്. അപ്പോൾ ഫുള്ള് നമുക്ക് ബാക്കിലൊക്കെ ഒന്ന് പോയി നോക്കാം. മുമ്പ് ഇവിടെ കോഴിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ എൻ്റെ കൂടെ വരുന്ന സമയത്ത് കോഴീനൊക്കെ കൊടുത്ത് 1-2 മാത്രമേ ഇപ്പോൾ ഉണ്ട്. അത് അമ്മായിൻ്റെ വീട്ടിലും ചാറ്റാൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ അത് ബാക്കൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ ചപ്പടിഞ്ഞ് കിടക്കുകയാണ്. നമ്മുടെ കിച്ചണിൻ്റെ സൈഡാണെങ്കിലും ഒക്കെ ഇപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. ഫുള്ളായിട്ട് ക്ലീൻ ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഞാൻ നമ്മുടെ സാധാരണ കൽത്തപ്പം തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉമ്മ അതിങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പീസ് എടുത്ത് നമുക്ക് തക്കാളി കറിയും കൂട്ടി കഴിക്കാം. ഇത് ഞാൻ മുമ്പും കാണിച്ചിട്ടുണ്ട്, ഇതിൻ്റെ റെസിപ്പിയും ഞാൻ കാണിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ തരാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് തക്കാളി കറി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ മോനിക്ക് കൊടുക്കലുള്ളത്. ഒന്നുകിൽ ഉമ്മ കൊടുക്കും, ഇല്ലെങ്കിൽ ഞാൻ കൊടുക്കും. അപ്പം കാരണം എനിക്ക് കുറേ നേരം വെയിറ്റ് ചെയ്ത് അവന് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കഴിക്കൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം കഴിക്കുന്നത് ഇപ്പം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ടേബിളിലിരുന്ന് കഴിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ് കേട്ടോ. ഇതുപോലെ ഈ എണിപ്പടിയിലിരുന്നിട്ടാണ് മിക്കപ്പോഴും കഴിക്കുക. അല്ലെങ്കിൽ പിന്നെ കിച്ചണിൽ സ്ലാബുമൊക്കെ കയറിയിരുന്ന് കഴിക്കും. അങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് കഴിക്കുക. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. നമുക്ക് ടേബിളിൽ ഇരുന്ന് കഴിക്കുന്നതിനേക്കാളും കംഫർട്ടബിൾ ആയിരിക്കും ഇതുപോലത്തെ സ്ഥലത്ത് ഇരുന്ന് കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ കഴിപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവനിക്കും കഴിക്കാൻ കൊടുത്തു കേട്ടോ. ഇവൻ വേഗം കഴിക്കണേ എന്തിനാണെന്ന് വെച്ചാൽ ഇന്ന് കളിക്കാൻ പോകണം. അപ്പുറത്ത് ഇവനിക്ക് 1-2 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് കളിക്കാൻ പോകണം, അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വരും. അപ്പോൾ അതുകൊണ്ട് വേഗം ചായയും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേഗം കഴിക്കുന്നുണ്ട്. സാധാരണ ഞങ്ങൾ ഈ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അനിയത്തി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തവണ അനിയത്തി വന്നിട്ടില്ല. അവൾ ഒരു 3-4 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ മോനിക്ക് ഭയങ്കര ബോറടിയാണ്. അനിയത്തിയുടെ മോനുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല, അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചോളും. അപ്പോൾ ഇപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഒന്നുകിൽ ആറ്റാൻ്റെ വീട്ടിൽ പോകും. ആറ്റാൻ്റെ മോനുണ്ട് അവിടെ. ചെറുതൊന്നും അല്ല കേട്ടോ, കുറച്ച് വലുതാണ്. അപ്പോൾ അവൻ്റെ കൂടെ വർത്താനം പറഞ്ഞിരിക്കും, ഇല്ലെങ്കിൽ പിള്ളേരുടെ കൂടെ കളിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ആറ്റാൻ്റെ അടുത്ത് കൊണ്ടുവിടാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ പുറത്തിറങ്ങിയതാണ്. അപ്പോൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഇവിടെ പേരൊക്കെ, മരത്തിൽ പേരൊക്കെ ഉണ്ടെന്ന് കണ്ടു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ഒത്തിരി പേരൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പം അങ്ങനെ നോക്കാത്തതുകൊണ്ട് മൊത്തം പോയി. അപ്പോൾ ഇത് വേറൊരു മരമാണ്, ചെറിയൊരു മരം. അപ്പോൾ അതിൻ്റെ മേലെ നാറ്റാൻ്റെ മോനെ എനിക്കൊരു പേരൊക്കെ പറിച്ചു തന്നെയാണ്. അധികം പഴുത്തിട്ടൊന്നുമില്ല കേട്ടോ, പച്ച പേരൊക്കെയാണ്, പഴുത്തൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഞാനത് കഴിക്കുകയൊക്കെ ചെയ്തു. നമുക്ക് വല്ലപ്പോഴും കിട്ടണമല്ലേ ഇങ്ങനെ വീട്ടിൽ നിന്നൊക്കെ. അപ്പോൾ ഇതേ അവൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഇവരുണ്ടെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല, പൊന്നിസിൻ്റെ കാര്യം നോക്കുകയേ വേണ്ട. അവർ 3-4 കൂടെ അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് കഴിച്ചോളും. അപ്പോൾ എന്തായാലും പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും. ഞാൻ അതിൻ്റെ ഇടയിൽ പിന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ചുണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇടാനുള്ള വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരിരുന്ന് കളിക്കുന്ന സമയത്ത് ഞാൻ അതൊക്കെ കുറച്ച് എഡിറ്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇവരുടെ കളിക്കോപ്പുകൾ. എക്സസൈസ് ചെയ്യുന്ന സംഭവമൊക്കെ ഉണ്ട്. ഇത് എപ്പോഴും ഇപ്പം ഓർഡർ ചെയ്ത് വരുത്തിയാണ് കേട്ടോ, യൂസ് ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പം അവരുടെ കളിക്കുന്ന സാധനമാണത്. അപ്പോൾ അതിലൊക്കെ കുറേ നേരം ഇരുന്ന് കളിച്ചോളും.
അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പച്ചക്കായ് വെച്ചിട്ടാണ് കേട്ടോ. എനിക്ക് പച്ച ചക്ക കഴിക്കാനും വെച്ചിട്ട് കഴിക്കാനും ഭയങ്കര കൊതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾ വരുമ്പോഴത്തേനും ചക്കയൊക്കെ പഴുത്തൊക്കെ പോയി. അപ്പോൾ പിന്നെ ചക്കയൊന്നും കിട്ടിയില്ല. ഇവിടെ അടുത്തും അങ്ങനെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ ചക്ക വെക്കുന്ന പോലെ ഇത് വെക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ പച്ചക്കായ നമുക്ക് തൊലിയൊന്ന് കളഞ്ഞെടുക്കാം. എനിക്ക് വേണമെങ്കിൽ അത് ചുരണ്ടി എടുത്താലും മതി. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമുള്ളതുകൊണ്ട് ഞാൻ ഇതുപോലെ കത്തി കൊണ്ട് ചെയ്തതേ ഉള്ളൂ. എന്നിട്ട് ഇത് നമുക്ക് കുറച്ച് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്താൽ മതി. ഒരുപാട് ചെറിയ പീസ് ആക്കണ്ട, കാരണം നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുന്നതല്ലേ. അപ്പോൾ കട്ട് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അതിൻ്റെ കറ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് പോവാനായിട്ട് നമുക്കൊന്ന് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിന്ന് ചോറിൻ്റെ കൂടെ കുറച്ച് മാങ്ങാ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാൻ വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും പരിപ്പ് കറി അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കഴിക്കാൻ. അപ്പോൾ ഇപ്പോൾ എനിക്കതൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ചമ്മന്തി മാത്രം മതി എന്ന് പറഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചുമ്മാ പുളിയും മുളകും ഉടച്ചിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രസമാണ്, ചുമ്മാ വൈകുന്നേരമൊക്കെ ഇരുന്നിട്ട്. അപ്പോൾ ഞാൻ എല്ലാം കഴുകി എടുത്തിട്ട് കുക്കറിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പണിയില്ല കേട്ടോ, ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് വെള്ളം വേണ്ട, നമുക്കിതൊന്ന് വേവാനുള്ള വെള്ളം മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും ഇടുന്നില്ല കേട്ടോ. മഞ്ഞൾപ്പൊടിയൊന്നും നിർബന്ധമില്ല ഇടണമെന്ന്. അപ്പോൾ ഇത് ഞാൻ വേവിക്കാൻ വെച്ചപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് വോമിറ്റിംഗ് വന്നു. അപ്പോൾ പിന്നെ അന്ന് കഴിച്ചതൊക്കെ മൊത്തം വോമിറ്റ് ചെയ്തു. 2-3 തവണയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വോമിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ എനിക്കതിൻ്റെ ബാക്കി ആയതിന് ശേഷം ഉമ്മ ഉടക്കുന്നതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അതിന് ശേഷം ഉമ്മ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ തേങ്ങയിലേക്ക് കുറച്ച് ചെറിയ ജീരകവും അതുപോലെ തന്നെ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളവും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക. നമ്മൾ ചെറിയ ജീരകമാണ് കേട്ടോ ചേർക്കുന്നത്. നമ്മൾ ചക്കയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഏകദേശ രീതിക്കാണ്, നമ്മളിങ്ങനെയാണ് ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ ചെയ്തിട്ടില്ല. ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒന്ന് കടുകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കറിവേപ്പിലയും താളിച്ച് ചേർത്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ. അപ്പം ഞാൻ ഛർദ്ദിച്ച് ഇങ്ങനെ വയ്യാണ്ട് കിടക്കണോണ്ട് തന്നെ ഉമ്മ പിന്നെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ പിന്നെ തൊണ്ടയൊക്കെ ഫുള്ള് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത്രയും വൊമിറ്റ് ചെയ്തു. ഇന്ന് എന്താണെന്നറിയില്ല, 2-3 ദിവസമായിട്ട് എനിക്ക് നല്ല കുറവുണ്ടായിരുന്നു. ഇപ്പം അത്യാവശ്യം ഛർദ്ദി കുറഞ്ഞ് വന്നിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് എന്തോ പറ്റാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല ഛർദ്ദിച്ചു. അപ്പോൾ എനിക്ക് തീരെ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ വീഡിയോ എടുക്കാൻ ഇരിക്കുകയും ചെയ്തു, പക്ഷേ എനിക്ക് കഴിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ആകെ ആ ഒരു മാങ്ങാ ചമ്മന്തിയുടെ പുളി ഉള്ളതുകൊണ്ട് അത് മാത്രമേ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ മാങ്ങാ ചമ്മന്തി മാത്രം കൂട്ടിയിട്ടാണ് ചോറ് കഴിച്ചത്. ആ ഉണ്ടാക്കിയിട്ടുള്ള സംഭവം എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. ഞാൻ പിന്നെ പിറ്റേന്ന് ചൂടാക്കി കഴിക്കാൻ കേട്ടോ ചെയ്തിട്ടില്ലേ. കുറച്ച് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് എടുത്ത് ചൂടാക്കി കഴിക്കുക ചെയ്തത്. തൊണ്ട പൊട്ടിയതുകൊണ്ടാണ് കേട്ടോ. ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഞാൻ നല്ല ക്ഷീണിച്ചിരുന്നു. എനിക്ക് എൻ്റെ മുഖം കാണാൻ മനസ്സിലാവും. നല്ല ക്ഷീണിച്ചിരിക്കുകയാണ് വോമിറ്റ് ചെയ്തിട്ട്. അപ്പോൾ പിന്നെ എനിക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാനൊന്നും പറ്റിയില്ല. ഇവിടം കൊണ്ട് എനിക്ക് നിർത്തേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ നേരത്തെ കറി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഇതുകൂടെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റെസിപ്പി എപ്പോഴാണ് ഇട്ട് തുടങ്ങുന്നതെന്ന്. എനിക്കിപ്പോൾ വോമിറ്റിംഗ് ഒക്കെ അത്യാവശ്യം കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ പെട്ടെന്ന് തന്നെ നമ്മുടെ പഴയ പോലെ തന്നെ റെസിപ്പീസൊക്കെ ആയിട്ട് വരും. എനിക്ക് വയ്യാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ വ്ളോഗ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ നിർത്തുകയാണ്. അടുത്ത നല്ലൊരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ തന്നെ റെസിപ്പീസൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാ പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചു വരും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.